ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ എനിക്ക് എൻ്റെ ലൈഫിൽ നീ ഒരു പ്രയോറിറ്റി ആയി മാറുമോ എന്നുള്ളൊരു ഇതാണ്, മനസ്സിലായോ? ഇതില് ഞാൻ കാര്യം പറയട്ടെ, ആ ഇപ്പൊ എനിക്ക് റെസ്പെക്ട് ഒക്കെ തോന്നുന്നുണ്ട് കേട്ടോ. ആണോ? ഞാൻ പറഞ്ഞതിനും കാര്യമില്ല. എത്ര നേരമായിന്ന് പറയാ. ഇപ്പൊ പറ, ഞാൻ തിരക്ക് അഭിനയിക്കുന്നല്ല. അല്ല, പക്ഷെ ഇപ്പൊ നീ ഓവർ തിരക്കാക്കുന്ന ഇപ്പോ. അല്ല, ഇപ്പൊ ഓഫ് ആകും. ഓഫ് അഞ്ചാ ഇപ്പൊ തന്നെ. ഞാനൊരു കാര്യം പറയട്ടാ, ബൈറ്റാക്കും പെടുന്ന പറയാം. എന്റെ ബ്രേക്കപ്പ് നടന്ന സ്ഥലം ഇത്, ഇവിടെ തന്നെ വന്നു. എന്നാ ബാ, അത് നല്ല ഏരിയ ആണ് ബാ. അല്ല പറഞ്ഞു പറഞ്ഞു പറഞ്ഞു. അറേഞ്ച് വല്ലാതെ ആലോചിക്കട്ടെ. ഞാൻ ആലോചിച്ചിട്ടാണ്. എനിക്ക് മേലും താഴെയൊന്നും നോക്കാനൊന്നുമില്ല. ഞാൻ പറഞ്ഞേ, നമ്മൾ എത്ര നാളെ ഞാൻ പറയാൻ പോകുന്നത് ഒരു 1 വീക്ക് പോലും ആയിട്ടുണ്ടോന്ന് എനിക്ക് ഡൗട്ടാണ്. ഇതോ ആലോചിക്ക്. എടാ, ഓള് പറയുന്ന കാര്യണ്ട്. ഞാൻ പറഞ്ഞാലും ഓള് ചിലപ്പോ നോ പറയുന്നതാണ് ഓള് പറഞ്ഞു വരുന്നത്. ഓള് എന്നെ മനസ്സിലാക്കി തുടങ്ങിയിട്ടില്ല, മനസ്സിലായോ? പ്രിപ്പറേഷൻ ഞങ്ങൾ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്താ ചോദിക്കാൻ വരുന്നതെന്ന്. അതുകൊണ്ടാ പറഞ്ഞു. ഇതെന്താ, നീ എന്തിലേറെ ഹൈറ്റ് ഉണ്ടോ? നീ താഴെ ഇറങ്ങ്. എന്റെ ഷൂവിനായിട്ടുണ്ട്. ഊരത് ഇതെന്താന്ന് പറയണ്ടടാ, പറയണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പറയണ്ട. ഒരു കാര്യം ചെയ്യാം, ഒരു ഹിന്റ് കൊടുക്കുക, ഒരു ഹിന്റ് കൊടുക്കുക. ഇപ്പം പറയണ്ട, നല്ലൊരു മൊമെൻറ്റ്, നല്ലൊരു സെറ്റ് ചെയ്ത് കണ്ടോളോട് പറയാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിൽ പറയാം. ഇപ്പം പറയണ്ട. ഇപ്പോൾ ഒരു സാധനം ഇട്ട് കൊടുക്കുക, അഥവാ എനിക്ക് ഇഷ്ടമാണ് എന്നുള്ളൊരു സംഭവം ഇട്ട് കൊടുക്കുക. അത്രേ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഫുള്ള് പറയണ്ട. ഇപ്പോൾ ഫുള്ള് പറയണ്ട. അതാ നല്ലത്. ഇതെന്താന്ന് ഓള് ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ് പോവല്ല, ഒരു മിനിറ്റ്. ഇവള് പറയുന്നത് തന്നെ ഉണ്ട്, ഇതാക്കല്ല എന്ന് പറയുന്നുണ്ട്. നിങ്ങളെ ചാറ്റ് കണ്ട് ഞാൻ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് പോവടാ നാരകളെ. എനിക്ക് സിറ്റിയിൽ വേറെ പെണ്ണ് കിട്ടൂല. നിങ്ങളത് മനസ്സിലാക്ക്. ചാറ്റ് പ്ലീസ് എൻ്റെ അവസ്ഥ മനസ്സിലാക്ക്. ഇപ്പോഴല്ല, നോട്ട് നൗ. അതാ പറയുന്നത്. ഓള് പ്രിപ്പയർഡ് അല്ല എന്ന് ഓളെന്നെ പറയുന്നുണ്ട്. നിങ്ങളിത് വെറുതെ എന്നെ പൊട്ടനാക്കല്ല. ഇവള് എൻ്റെ കയ്യിൽ നിന്ന് പോവും. ഇതിപ്പോൾ പറയേണ്ട ആവശ്യമില്ല. അതാണ് ഞാൻ പറയുന്നത്, മനസ്സിലാക്കി. ഇവക്ക് നല്ലൊരു വേദി, ഒരു സെറ്റപ്പ് ആക്കിയിട്ട് അത് പറഞ്ഞാൽ ചിലപ്പോൾ അത് ഓൾ ഓക്കെ എന്ന് പറഞ്ഞു തരും. ഈ പുണ്ട എങ്ങനെയാടാ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു മാരണായി വരുന്നത്? പുണ്ടച്ചി മോനെ, അവിടെ കൊന്നിട്ട് പറയാം. അപ്പോൾ പറയില്ല എന്നോ, പോടാ. അതൊക്കെയുള്ളൊരു പ്രപ്പോസല്. ഞാൻ പറയുന്നേക്ക് ഭൂമി ഹലോ, പോയാ കത്തി? ഹലോ. ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാല്, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, മനസ്സിലായോ? ഇതെന്താ ഇങ്ങനെ നോക്കി നിന്നിട്ട് കാര്യമില്ല. ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയും. ചാറ്റൊന്നും നോക്കിയിട്ട് കാര്യമില്ല. ഞാനേ പുറത്തൊരു സംസാരം ഉണ്ടായിരുന്നു, അർജൻറ്റ്. കുറച്ച് ക്ലാസ് എടുത്ത് കൊടുക്കാണ്ടായിരുന്നു, അതിന് പോയതാണ്. ഞാൻ പറയുന്നത് വെച്ചാൽ, എനിക്ക് സിറ്റിയിൽ അങ്ങനെ കുറേ പെൺകുട്ടികളായിട്ടൊന്നും എനിക്ക് ഇതില്ല, മനസ്സിലായോ? കമ്പനി ഇല്ല. ഉള്ളത് റാഷ, താര, അങ്ങനെ കുറച്ച് പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ. ഓക്കെ. അപ്പം ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ചെറിയൊരു അടുപ്പം തോന്നിയത് ആകെ സത്യം പറഞ്ഞാൽ ഭൂമിൻ്റെ അടുത്താണ്, മനസ്സിലായോ? ഇത്ര മീൻസ് ഞാൻ നിൻ്റെ അടുത്ത് ഇങ്ങനെ നിന്ന അത്രയൊന്നും ബാക്കിയുള്ള പെൺകുട്ടികളുടെ അടുത്ത് ഞാൻ നിന്നിട്ടില്ല. ബാക്കി എല്ലാ ടൈം പാസ് കമ്പനികളുണ്ട്, മനസ്സിലായോ? മുതുക്കുന്ന ഇങ്ങനെ ഹായ് ബൈ അങ്ങനത്തെ ചിറ്റ് ചാറ്റ് കമ്പനികൾ എനിക്കുണ്ട്. പക്ഷേ അവർക്കൊന്നും തന്നെ പേഴ്സണലി ഞാൻ എന്താണെന്നോ, അല്ലെങ്കിൽ എൻ്റെ ക്യാരക്ടർ എന്താണെന്നോ, അല്ലെങ്കിൽ എനിക്ക് ഓല ക്യാരക്ടർ എന്താണെന്ന് പോലും എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ഇത്ര നിന്നതിൽ താരയാണെങ്കിലും റാശയാണെങ്കിലും പിന്നെ എനിക്ക് അങ്ങനെ അറിയുന്ന സത്യം പറഞ്ഞാൽ വേറെ പെണ്ണില്ല. ആരാണെന്നുണ്ടെങ്കിലും മിയനെയാണ് പിന്നെയും കുറച്ചൊക്കെ അറിയാം. അപ്പം ഇവരാരാണെന്നുണ്ടെങ്കിലും ബോട്ടി വീസ് എങ്കിൽ ബോട്ടി വീസ് ആയിക്കോട്ടെ, അതൊന്നും നല്ല പടം മുണ്ടല്ല. അപ്പോൾ ആരാണെന്നുണ്ടെങ്കിലും എനിക്ക് നിൻ്റെ അത്ര ഇതില്ല, മനസ്സിലായോ? ഇപ്പോൾ ഉണ്ടായ കേസുമായിൽ ബാക്കിൽ. അപ്പോൾ എനിക്കൊരു ചെറിയ കമ്മിറ്റ്മെൻറ്റ് എൻ്റെ അടുത്ത്, കമ്മിറ്റ്മെൻറ്റ് എന്നുള്ളതിൻ്റെ അപ്പുറത്ത് എനിക്ക് എന്തോ ഒരു വേറൊരു തരം ഫീലിങ്സൊക്കെ എനിക്ക് നിൻ്റെ അടുത്ത് തോന്നുന്നുണ്ട്, മനസ്സിലായോ? കേൾക്കുന്നുണ്ടോ നിനക്ക്? നീ എന്താ അത്? അപ്പം ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, എനിക്ക് എൻ്റെ ലൈഫിൽ നീ ഒരു പ്രയോറിറ്റി ആയി മാറുമോ എന്നുള്ളൊരു ഇതാണ്, മനസ്സിലായോ? ഇതിൽ എനിക്ക് അങ്ങനെ ഒരു സംഭവം തോന്നുന്നുണ്ട്.
അപ്പോൾ അതൊക്കെ തന്നെ. അപ്പം നീ അത് മനസ്സിൽ വെക്കുക, മനസ്സിലായോ? മൈൻഡിൽ വെച്ചാൽ മതി. അപ്പം നീ അങ്ങനെ അവോയ്ഡ് ആക്കരുത്. ഞാൻ വിളിക്കുമ്പോൾ നീ എടുക്കണം ഫോണ്. എടുക്കണം എന്നല്ല, പറ്റുമെങ്കിൽ എടുക്കണം. അങ്ങനെ അല്ല അവോയ്ഡ് അല്ല, എനിക്കങ്ങനെ പല പ്രാവശ്യം എനിക്ക് തോന്നി നീ അവോയ്ഡ് ആക്കുന്നതാണെന്ന് എനിക്ക് തോന്നിയായിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ലേ, എനിക്കങ്ങനെ വേറെ ആൾക്കാരുടെ അടുത്തൊന്നും തോന്നുന്നതുകൊണ്ട് ഞാൻ നിന്നെ കീപ് ട്രൈങ് ടു കോണ്ടാക്ട്. അതുകൊണ്ടാണ്, അല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്കൊന്നുമില്ല. ഇല്ല ഞാൻ അവോയ്ഡ് നോക്കത്തില്ല. കൊന്നാലോ യുസ്മാനെ. ഐ ലവ് യു ഒക്കെ പിന്നെ പറയടാ. ഐ ലവ് യു ഇപ്പോൾ പറയാം. ഇപ്പം ഇത് നല്ല ടൈമല്ല. ഇപ്പോൾ പ്രിപ്പയർഡ് അല്ല എന്നോള് ഓൾറെഡി പറഞ്ഞു. അതുകൊണ്ട് അതൊരു ഹിൻ്റ് ഇട്ട് വെച്ച് നിർത്തിയത്. നാറികളെ നിങ്ങൾ മനസ്സിലാക്കുക. കേക്കാം. ഇപ്പൊ ഞാൻ കാര്യം പറയട്ടെ. ഇപ്പൊ എനിക്ക് റെസ്പെക്ട് ഒക്കെ തോന്നുന്നുണ്ട് കേട്ടോ. ആണോ? അയ്യോ ഇങ്ങനെയാണോ റെസ്പെക്ട്? അങ്ങുവാ നിന്റെ AR ബുള്ളറ്റ് ഉണ്ടോ? കുറച്ച് ബുള്ളറ്റ് തരുമോ? ARന്റെ ബുള്ളറ്റ് മാത്രം തരുമോ? കൊണ്ട പെട്ടെന്ന് വാ. താ തെന്നൂട് തന്നെ. ഇതെന്താ 2 ബുള്ളറ്റ് മാത്രം? ഇതെന്താ എത്ര ക്ഷാമാണോ നിന്റെ? നോക്ക് ബാലൻസ് തരണം. വേഗം സോറി ഞാൻ പറഞ്ഞ ബഗ്ഗാണ്. അങ്ങുവാ. അയ്യോ സേഫ് സോണ്. ഞാനത് മറന്നുട്ടാ. സേഫ് സോൺ ആണടാ. അല്ല, അത് ഒന്ന് വെടിച്ച് പ്രാക്ടീസ് ചെയ്യാനായിരുന്നു. റെഡിയായി. അപ്പോൾ ഇത് നീ എന്തോ നീ പറഞ്ഞ കേട്ടില്ല. പറ. അല്ല, എനിക്കൊരു സ്പേസ് തന്നില്ലേ? ഞാൻ വിചാരിച്ചു അല്ല ശരി പൂജോന്ന് ഞാൻ വിചാരിച്ചു. ഇല്ല നീ വാ. അയ്യോ ഇത് നീ കുറച്ചേരം കൂടി നിൽക്കുക. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ്. പോരാളിനോട് പറ. ഇപ്പൊ എന്താ സമയം? 3:15. ഇവിടുന്ന ഇത് വരുന്നത്. ഇത് ഗോഡായോ അവനൊക്കെ? ഇപ്പം എടാ അതിന്റെ മുകളിൽ ആരോ 2 ആൾക്കാർ വലിച്ചു നടക്കുന്നുണ്ടേ. നീ പറ്റുവാണെന്നുണ്ടെ അവരൊന്ന് റിവൈവ് ചെയ്യ. ഇല്ല, പ്രപ്പോസ് ഇപ്പൊ ചെയ്യൂല മക്കളെ. നിങ്ങൾ പറയുന്ന മാതിരിയല്ല. ഓളാ റെസ്പെക്ട് തോന്നുന്നുണ്ട് നോക്ക് പറയാൻ. കാരണം എന്താ വെച്ചാൽ മുതുക്കിലിറക്കി തരാം. വെയിറ്റ് ആക്കാം. അവര് ഹഗ്ഗിനൊന്നും കുഴപ്പമില്ല. നായിന്റെ മക്കളെ നിങ്ങൾ എനിക്ക് കോച്ച് ചെയ്യണ്ട. എനക്കറിയാം, മനസ്സിലായോ? ഇത് ഞാൻ റെഡിയാക്കും മൂത്തെ. മുതുക്കിലിറക്കി കൊടുക്കും നമ്മളോളെ. ഒരു ഊമ്പാനും ഇല്ല. വാ. പോലെ ഒരു മിനിറ്റ്. അങ്ങുവാ. ഒരു മിനിറ്റ്. ഇങ്ങോട്ട് ഫ്രണ്ടിലേക്ക് ഒരു മിനിറ്റ്. അല്ല, ഇതൊക്കെയാ ഷെയ്ക്കണ്ട. ഈ നക്ക് തരാനോ? അല്ല, അത് മാറിയതാ. ഷെയ്ക്കാൻ്റെ ഇട്ടത്. അത് എന്താ വന്നത്? ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ മറ്റോനെ നോക്കിയപ്പോ വന്നില്ല. നോക്കട്ടെ. കണ്ടില്ല. ഞാൻ മറ്റോനെ നോക്കി കണ്ടില്ല. ഈ നക്ക്. ഓക്കെ. അയ്യോ ഷെയ്ക്കാൻ്റെ ആക്കിയത്. ഒന്നും കൂടി നോക്കട്ടെ. ഓക്കെ നീ പോയിട്ട് വാ. വരാ. നീ മെസ്സേജ് അയക്കോ? നീ വിളിക്കോ? അതിന് വിളിച്ചത് തന്നെ കണ്ടറിയാം.
മുത്തേ ബ്രോ വണ്ടി കൊള്ളാലോ. താങ്ക് യു ബ്രോ, താങ്ക് യു. നമ്മളെ പേരെന്താ? എന്റെ പേര് റോക്സ്. റോക്സേ, ലവ് യു മുത്തേ ഉമ്മ. എന്ത് ബ്രോയുടെ പേരെന്താ? എൻ്റെ പേര് ഷെയ്ക്ക്. ഷെയ്ക്ക. നൈസ് ടു മീറ്റ് യു ഷെയ്ക്ക. താങ്ക് യു ബ്രോ, താങ്ക് യു. ഇറങ്ങുവാണോ? അല്ല, ഞാൻ എൻ്റെ ഫ്രണ്ട്സ് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, അവരൊന്ന് മീറ്റ് ചെയ്തിട്ട് വരാം. ഓക്കെ ശരി. മൊത്തേ ഇത് നമ്മൾ കൊണ്ടുപോകും, മനസ്സിലായോ? എന്ത് ബോളിടാനാ പറയുന്നത്? നമ്മളത് വൃത്തിക്കാണ് കൈകാര്യം ചെയ്തത്, മനസ്സിലായോ? വൃത്തിക്ക് ഒരു ഹോപ്പ് കൊടുത്തും ചെയ്തു, എന്നാൽ നമ്മൾ പ്രപ്പോസും ചെയ്തിട്ടില്ല. പ്രപ്പോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത്രയും ഗ്രാൻഡായിട്ട് നമ്മൾ പ്രപ്പോസ് ചെയ്യുള്ളൂ. ഇവിടെ ഇത്രയും പൈസ പൊട്ടിച്ച് ഇത്രയും പരിപാടികൾ നടത്തിയിട്ട് ഒരു പ്രപ്പോസിനെങ്കിലും നമുക്ക് നല്ല രീതിയിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അതിൽ കാര്യമല്ല, മനസ്സിലായോ? എൻ്റെ ചെക്കനെ ഞാൻ ഇവിടെ അടിച്ചിട്ടിനി, ഞാൻ പോയോക്കട്ടെ. ബോട്ട് വ്യൂസ് ആണോ എന്നറിയില്ലടാ. ബോട്ട് വ്യൂസ് ആണോ?